ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പിടിക്കാൻ പത്മജയെ കളത്തിലിറക്കാൻ BJP. പ്രചാരണത്തിന്റെ പൂർണ്ണ ചുമതല സുരേഷ് ഗോപിക്കെന്ന് സൂചന. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. പലയിടത്ത് വോട്ട് ചേർത്ത് കുട്ടിക്കളി നടത്തുന്ന സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളെ നിരന്തരം നാണം കെടുത്തുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങൾ കയ്യേറി LDF അംഗങ്ങൾ. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ഭരണപക്ഷാംഗങ്ങൾ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. ദുരിതത്തിലായി രോഗികൾ. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പിടിക്കാൻ പത്മജയെ കളത്തിലിറക്കി BJP. പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല സുരേഷ് ഗോപിക്കെന്ന് സൂചന. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമ്പോൾ തൃശൂർ മണ്ഡലത്തിൽ BJP കളത്തിലിറക്കുന്നത് പത്മജ വേണുഗോപാലിനെ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാതെ മാറി നിന്ന പത്മജ തൃശൂരിൽ മത്സരിക്കണമെന്ന് BJP ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്തത്. പത്മജ മത്സരിച്ചാൽ വിജയ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പുതിയ നീക്കം. തൃശൂർ മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല സുരേഷ് ഗോപി ഏറ്റെടുത്തേക്കുമെന്ന് സൂചനയുണ്ട്. വിജയസാധ്യതയിൽ BJP A ക്ലാസ് മണ്ഡലമായി വിലയിരുത്തുന്ന തൃശൂരിനെ ദേശീയ നേതൃത്വം പ്രത്യേക ശ്രദ്ധ നൽകുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന വെള്ളിയാഴ്ച പത്മജ തൃശൂരിലെത്തും. മുതിർന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കും. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകും. കൊടുങ്ങല്ലൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, പുതുക്കാട് A നാഗേഷ്, മണലൂരിൽ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. മുൻ DGP ജേക്കബ് തോമസ് ഒല്ലൂരിൽ മത്സരിച്ചേക്കും. ഗുരുവായൂരിൽ നിവേദിത സുബ്രഹ്മണ്യൻ, ചേലക്കരയിൽ K ബാലകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന. TCV തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് തൃശൂരിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് ചർച്ചയായിരുന്നു. തൃശൂർക്കാരനായി താനെന്നും ഉണ്ടാകുമെന്ന തിരഞ്ഞെടുപ്പ് വേളയിലെ പ്രഖ്യാപനം പാഴ്വാക്കായിരുന്നുവെന്ന് അന്ന് LDF UDF നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു. തൃശൂർ നെട്ടിശ്ശേരിയിലെ വീട് വിറ്റപ്പോൾ BLOയെ വിളിച്ച് പേര് ഒഴിവാക്കിയെന്നായിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആർക്കും വ്യക്തിപരമായ വിശദീകരണം തരേണ്ടതില്ലെന്നും പരാതിയുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിലാണ്. 137 ബൂത്തിൽ അച്യുതം അപ്പാർട്ട്മെന്റിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. വീട്ടിലെ മറ്റാരുടെയും പേരുകൾ ഇവിടെ വോട്ടിനായി ചേർത്തിട്ടില്ല. TCV തൃശൂർ. അവസരത്തിനൊത്ത് പലയിടത്ത് വോട്ട് ചേർത്ത് കുട്ടിക്കളി നടത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളെ നിരന്തരം നാണം കെടുത്തുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അന്തസ് കെടുത്തുന്ന പ്രവൃത്തിയാണിത്. നിയമത്തിലെ പഴുതുവെച്ച് വെല്ലുവിളിക്കുന്ന നടപടി യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹത്തെ തിരുത്താൻ BJP തയ്യാറാകണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. കാർ വാങ്ങിയപ്പോൾ അദ്ദേഹം പോണ്ടിച്ചേരിക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടെ ലോകസഭയിൽ മത്സരിച്ചപ്പോൾ തൃശ്ശൂരിലെ മുക്കാട്ടുകരക്കാരനായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും തിരുവനന്തപുരത്തുകാരനാകും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഗുരുവായൂർക്കാരനായി മാറി. അവസരത്തിനൊത്ത് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിയമത്തിൽ പഴുതുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കാര്യമാണ്.
ഇത്തരത്തിൽ അന്തസ്സില്ലാത്ത രീതിയിൽ, ഔചിത്യമില്ലാത്ത രീതിയിൽ കുട്ടിക്കളിയായി ശ്രീ സുരേഷ് ഗോപി ചെയ്യുന്നത് ഇത് പ്രതിഷേധാർഹമാണ്. ഇത് തൃശ്ശൂരിലെ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടും അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളെ നിരന്തരമായി ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ അദ്ദേഹം സ്വയം തിരുത്തണം, അല്ലെങ്കിൽ BJP അദ്ദേഹത്തെ തിരുത്തും. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങൾ കയ്യേറി LDF അംഗങ്ങൾ. തങ്ങളുടെ ഇരിപ്പിടങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. അജണ്ട ഇനങ്ങൾ ഒറ്റവാക്കിൽ പാസാക്കി കൌൺസിൽ യോഗം പിരിച്ചുവിട്ട് മേയർ. രാവിലെ 11:40 ആരംഭിച്ച കൗൺസിൽ യോഗമാണ് നാടകീയ രംഗങ്ങളോടെ ബഹളത്തിൽ കലാശിച്ചത്. യോഗം തുടങ്ങുന്നതിന് മുൻപേ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങളിൽ LDF അംഗങ്ങൾ ഇരിപ്പുറപ്പിച്ചിരുന്നു. കൗൺസിൽ നടപടികളുടെ പ്രാരംഭമായി അനുശോചന പ്രമേയ അവതരണം കഴിഞ്ഞയുടൻ സീറ്റ് നഷ്ടപ്പെട്ട UDF അംഗങ്ങൾ ഇരിപ്പിടം ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി. തുടർന്ന് പ്രതിപക്ഷം ജനാധിപത്യ മര്യാദകൾ പാലിച്ച് കയ്യേറിയ സീറ്റ് തിരിച്ചു നൽകണമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും പ്രതിപക്ഷത്തിന് ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് നൽകാമെന്ന് പറഞ്ഞ മേയർ വാക്കുപാലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഹിരണും പറഞ്ഞു. തുടർന്ന് ഇരുപക്ഷവും രൂക്ഷമായ വാഗ്വാദവും മുദ്രാവാക്യം വിളികളുമായി. ഇതിനിടെ അജണ്ട ഇനങ്ങളെല്ലാം പാസ്സായതായി അറിയിച്ച് മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് ഇരുപക്ഷവും മുദ്രാവാക്യം വിളികളുമായി കൗൺസിൽ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധിച്ച് പിരിഞ്ഞുപോയി. സീറ്റിനെ ചൊല്ലിയുള്ള പോരിനിടെ വിശദമായ ചർച്ചകൾ ആവശ്യമുള്ള നിരവധി അജണ്ട ഇനങ്ങൾ ഒരു ചർച്ചയുമില്ലാതെ ഒറ്റവാക്കിൽ പാസാക്കുകയായിരുന്നു. TCV തൃശൂർ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. KGM-CTAയുടെ നേതൃത്വത്തിലാണ് സമരം. വ്യാഴാഴ്ച മുതൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളും അനുബന്ധ പ്രവർത്തനങ്ങളും ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമരം നടത്തുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ OPയും ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ചു നടത്തുന്ന സമരം സാധാരണക്കാരെ ബാധിച്ചു. ശസ്ത്രക്രിയകളും നിർത്തിവെച്ചതോടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗികൾ മടങ്ങി. ദിവസം 30-ലധികം ശസ്ത്രക്രിയകളാണ് മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നത്. സീനിയർ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ പുതിയ ശസ്ത്രക്രിയകൾക്ക് തീയതി നൽകുന്നത് നിർത്തിയിരിക്കുകയാണ്. അതേസമയം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഗ്യാസ്ട്രോ, യൂറോളജി, നെഫ്രോളജി, വാതരോഗം എന്നീ OPകളിൽ മുതിർന്ന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. ഒരിടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുക്കുന്ന ഉത്രാളി പൂരത്തിനായി നാടൊരുങ്ങി. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എങ്കക്കാട് വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് 11-ന് ആരംഭിക്കും. കൂനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും.
കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കും. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ പ്രാമാണികത്വം വഹിക്കും. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12-ന് കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. എഴുന്നള്ളിപ്പിന് സായുധ പോലീസ് അകമ്പടിയാകും. പഞ്ചവാദ്യത്തിന് തിരുവല്ലാമല ഹരി പ്രാമാണികത്വം വഹിക്കും. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റും. പൂരത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റത്തിന് ആയിരക്കണക്കിന് ഭക്തർ സാക്ഷിയായി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കേ നടയിലൂടെ ക്ഷേത്രാങ്കണത്തിലെത്തി. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് അവകാശിയായ ആനന്ദനെത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. അപ്പുകുട്ടനും അനന്തരാവകാശി ശിവകുമാറും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. അതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. ഭരണിനാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പോലീസ് സേനയുടെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടല്ല സർക്കാരിന്റേതെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ 39ാം തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സാഹിത്യ അക്കാദമിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന് സേവനം ചെയ്യുന്ന സേനയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് അടിമകളെപ്പോലെ പണിയെടുത്തവരാണ് നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ. നമ്മുടെ നാട് എന്താണെന്ന് മനസ്സിലാക്കി പോകാൻ നമ്മുടെ പോലീസ് സേനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ പോലീസ് സേനയ്ക്കും വലിയ പങ്കുണ്ടെന്നും MP പറഞ്ഞു. മാളുകളിലും പൊതുസ്ഥലങ്ങളിലും പോലീസുകാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഡിപ്പാർട്ട്മെന്റിനോടും ഗവൺമെന്റിനോടും നിർദ്ദേശങ്ങളും പ്രമേയങ്ങളും പാസാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KPA തൃശൂർ സിറ്റി പ്രസിഡന്റ് NS സജീവൻ പറഞ്ഞു. തൃശൂർ സിറ്റി ASP PV ബേബി മുഖ്യപ്രഭാഷണം നടത്തി. KPA സെക്രട്ടറി KR രജീഷ്, കുന്നംകുളം ACP N മുരളീധരൻ, ക്രൈംബ്രാഞ്ച് DYSP SP സുധീരൻ, ഒല്ലൂർ ACP KP ടോംസൺ, അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KC ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളോട് പ്രതിബദ്ധതയോ കരുണയോ ഇല്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്ത് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസം. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജോസഫ് ചാലിശ്ശേരി, K അജിത് കുമാർ, NA സാബു, ജിജോ കുര്യൻ എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് ഇവരുടെ സമരത്തിന് ഒരു അറുതി വരുത്തുക? ഈ സമരത്തിന് അറുതി. തൃശൂർ തെക്കേ മഠത്തിന്റെ ശങ്കരപത്മം പുരസ്കാരം സാഹിത്യകാരൻ C രാധാകൃഷ്ണന് സമ്മാനിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരദാനം നിർവഹിച്ചു. തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ, പാർത്ഥസാരഥി ഭാരതിയാർ, എടമന വാസുദേവൻ നമ്പൂതിരി, മോഹൻ വെങ്കിട്ടകൃഷ്ണൻ, ഡോക്ടർ ജയൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ വില്ലേജ് ഓഫീസറായ മണ്ണുത്തി സ്വദേശി TK അനിൽകുമാർ ജോലിയിൽ മാത്രമല്ല കൃഷിയിലും മുൻനിരയിലാണ്. മണ്ണുത്തി ചിറക്കാക്കോട് സ്ഥിരം താമസമാക്കിയ തൊടുപുഴ സ്വദേശിയായ തേവർക്കുഴിയിൽ അനിൽകുമാർ ഇത്തവണത്തെ സർക്കാർ റവന്യൂ അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച വില്ലേജ് ഓഫീസർമാരിലൊരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 22 വർഷമായി സർക്കാർ സർവീസിലുള്ള അനിൽകുമാർ കഴിഞ്ഞ 1.5 വർഷമായി ഗുരുവായൂരിൽ വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. സർക്കാരിലേക്കുള്ള റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചും വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ യഥാസമയം നൽകിയും മികച്ച പൊതുജന സേവനം ലഭ്യമാക്കിയും സുദീർഘമായ സേവനം കാഴ്ചവെച്ചതിന്റെ അംഗീകാരമായാണ് അനിൽകുമാറിനെ തേടി റവന്യൂ പുരസ്കാരമെത്തിയത്. ജോലി സമയം കഴിഞ്ഞും രാത്രി ഏറെ വൈകിയും ഓഫീസിൽ ചെലവഴിച്ചാണ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ഇദ്ദേഹം പൂർത്തീകരിച്ചിരുന്നത്. ഈ തിരക്കുകൾക്കിടയിലാണ് കർഷകൻ കൂടിയായ അനിൽകുമാർ ചിറക്കാക്കോട് പുതിയതായി പണികഴിപ്പിച്ച വീടിന്റെ ടെറസിലും മുറ്റത്തും നിറയെ ഫലവൃക്ഷത്തോട്ടം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്.
ഇവിടെ മാവിനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപൂർവ നാടൻ മാവിനങ്ങളായ ചക്കരക്കുട്ടി, കോശ്ശേരി, വെള്ളരിമാവ്, കോട്ടപ്പറമ്പൻ, കുറ്റ്യാട്ടൂർ തുടങ്ങി തായ്ലൻഡിൽ നിന്നുള്ള നാംഡോക്, മൈ, യൂഹാൻ, ജാംബോ റെഡ് കർപ്പൂരം, സൂപ്പർ ക്യൂൻ, ചില്ലി മാവ് തുടങ്ങിയ സ്വദേശിയും വിദേശിയുമായ മാവുകളുടെ 100-ലധികം വെറൈറ്റികളാണ് അനിൽകുമാർ നട്ടുപരിപാലിച്ചു പോരുന്നത്. ഈ മാവുകളിലെല്ലാം സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത് 150-ലധികം മാവിനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധതരം പ്ലാവ്, 15-ലധികം വെറൈറ്റി ചാമ്പ, 10-ലധികം വെറൈറ്റി റംബൂട്ടാൻ, വിവിധ തരത്തിലുള്ള പേരകൾ, വാനില, ബെയർ ആപ്പിൾ, ഡ്രാഗൺ, മാംഗോസ്റ്റീൻ, ബുഹാനിയ ചെടി, മുന്തിരി, ജാവോട്ടിക്കാവ എന്ന ബ്രസീലിയൻ മരമുന്തിരി, അഭിയു, മൂസമ്പി, ഓറഞ്ച്, മൾബറി, മധുരലൂവി, വിവിധയിനം കുരുമുളക് ചെടികൾ, വിവിധതരം പൈനാപ്പിൾ, ഞാവൽ, അമ്പഴങ്ങ, ആസാം ലെമൺ, നാരകം, കോക്കനട്ട് മാംഗോ, റംബൂട്ടാൻ, വിവിധതരം ജാതികൾ, വെറൈറ്റി കരിമ്പ്, മുട്ടിപ്പഴം, ചട്ടിയിൽ നട്ടുവളർത്തിയ തെങ്ങ് തുടങ്ങി അത്യപൂർവങ്ങളായ പല ഫലവൃക്ഷലതാദികളുടെയും അമൂല്യശേഖരം കൂടിയാണ് അനിൽകുമാറിന്റെ 9 സെന്റ് വരുന്ന ഈ പുരയിടത്തിൽ നട്ടുപരിപാലിച്ചു വരുന്നത്. ജോലി തിരക്കിനിടയിലും കൃഷിയെ സ്നേഹിക്കുന്ന അനിൽകുമാർ ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ലെന്നും കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്നും അനിൽകുമാർ പറയുന്നു. അത് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിരാവിലെ ഇറങ്ങിയിട്ട് ഗുരുവായൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ട്രെയിനായിരിക്കും പോകുന്നത്. അത് രാവിലെ ഇറങ്ങിയാലും എന്നിട്ട് വൈകിട്ട് രാത്രി ഇട്ടുമ്പോഴാണ് കയറുക. അപ്പോൾ എന്താ ഇത് ഒരു കെയർ ചെയ്യണല്ലോ. നന ആവശ്യമാണ്. പോട്ടിൽ വെക്കുമ്പോൾ നന പ്രത്യേകം മാവിന് ചൂടുണ്ടാവും. പക്ഷെ നന ആവശ്യമില്ലെങ്കിൽ അത് ഉദ്ദേശിച്ച ബലം കിട്ടില്ല, വാടിക്കൊഴിഞ്ഞ് പോവുള്ളൂ. നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിനെ കാണുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ അവർ എല്ലാ രീതിയിലും അതിൻ്റെ കൂടെ നനയ്ക്കാനും മറ്റു കാര്യം നന തന്നെയല്ല അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അപ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്, നമുക്ക് അവർ ചേർന്ന്. കൃഷിക്ക് പുറമെ ഫാൻസി കോഴി വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയുമുണ്ട്. ഭാര്യ രേഷ്മയും 6ലും 8ലും പഠിക്കുന്ന മക്കളായ സായി കൃഷ്ണയും നവമി കൃഷ്ണയും അനിൽകുമാറിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പാരസെറ്റമോൾ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പഴയന്നൂർ നീളംപള്ളിയാൽ വീട്ടിൽ രാജന്റെ മകൾ 21 വയസ്സുള്ള അയന രാജനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഗുളിക കഴിച്ചത്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. റംസാൻ ആരംഭിച്ചതോടെ പഴവർഗ്ഗ വിപണി സജീവമായി. പഴവർഗ്ഗങ്ങളുടെ വിലയിലും വർധനവുണ്ട്. നോമ്പുതുറയ്ക്കുള്ള പ്രധാന ഇനമാണ് പഴവർഗ്ഗങ്ങൾ. തണ്ണിമത്തൻ, ആപ്പിൾ, മുന്തിരി, ഷമാം, ഓറഞ്ച്, മാങ്ങ, അനാർ, പപ്പായ, പേരയ്ക്ക തുടങ്ങിയവയാണ് മുഖ്യ ഇനങ്ങൾ. കൂടാതെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, പ്ലം എന്നിവയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില അല്പം കൂടുതലാണ്. പഴവർഗ്ഗ കച്ചവടക്കാരുടെ എണ്ണവും കൂടി. എന്നാൽ കഴിഞ്ഞ നോമ്പ് സീസണിലെ കച്ചവടം ഇപ്പോഴില്ലെന്ന് ചാവക്കാട് മാർക്കറ്റിൽ 40 വർഷമായി വ്യാപാരം നടത്തുന്ന മുഹമ്മദ് പറയുന്നു. നോമ്പിന് പ്രത്യേകിച്ച് ഒരു സാധനത്തിന് വില ഒന്നും കൂടിയില്ല. സീസണില് വരുമ്പോ കുറവ് വരുന്ന സാധനങ്ങൾക്ക് വല്ല ചില്ലറ കൂടുതൽ വരുന്നു. കഴിഞ്ഞ സീസണിലെ കച്ചവടം ഇല്ല ഇപ്പോ. കാരണം ഒത്തിരി മന്ദഗതി ഉണ്ട് കച്ചവടം. ഒരു 2 ദിവസം നോമ്പിന്റെ തലേദിവസം 2-3 ദിവസം നല്ല തിരക്ക് പിടിച്ച കച്ചവടമായിരുന്നു. അതിനുശേഷം ഒത്തിരി കച്ചവടങ്ങൾ കുറവുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ആപ്പിൾ അമേരിക്ക, ന്യൂസിലൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ചൈനീസ് ആപ്പിളായ ഫ്യൂജി ഇപ്പോൾ ഇറക്കുമതിയില്ല. അതിനാൽ കിലോയ്ക്ക് 220 രൂപ മുതൽ മുകളിലേക്കാണ് ആപ്പിളിന്റെ വില. തണ്ണിമത്തൻ 20 മുതൽ 35 രൂപ വരെ നിരക്കിൽ ലഭിക്കും. മുന്തിരി 120 രൂപ മുതലാണ് വില. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അമ്മയുടെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് സൗഹാർദ്ദത്തിന്റെ നോമ്പുതുറ ഒരുക്കി മക്കൾ. എടവിലങ്ങിൽ നിന്നാണ് ഈ പുതിയ കേരള സ്റ്റോറി.
ഇടവിലങ്ങുകാർക്ക് ഏറെക്കാലം ഭക്ഷണം വിളമ്പി നൽകിയ നടുമുറി പരേതനായ ചന്ദ്രന്റെ ഭാര്യ തങ്ക കഴിഞ്ഞ 10-നാണ് മരണമടഞ്ഞത്. തങ്കയുടെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകിയിരുന്നു. അമ്മയുടെ അടിയന്തര ദിവസം പതിവ് ചടങ്ങുകൾക്ക് പുറമെ നോമ്പുതുറ ഒരുക്കുകയായിരുന്നു മക്കളായ പ്രശാന്തും പ്രജീഷ് കുമാറും. പുതിയ കേരള സ്റ്റോറി ഇറങ്ങിയ ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെതിരെ ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം സഹകരണത്തോടെ ജീവിക്കുന്നു എന്ന സന്ദേശം അമ്മ നിരന്തരം കൊണ്ടു നടന്നിരുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് അമ്മ ഊണ് വിളമ്പിയിരുന്നത്. അത് തുടർന്നും കൊണ്ടുപോകണമെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരത്തോടൊപ്പം നോമ്പുതുറ നടത്തുന്നത്. സൗഹൃദത്തിന്റെ ഈന്തപ്പഴ മധുരം നുണഞ്ഞ് നൂറുകണക്കിന് വിശ്വാസികൾ നോമ്പ് തുറന്നു. കയ്പമംഗലം MLA E.T. ടൈസൺ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുത്തു. അപരവിദ്വേഷത്തിന് ബദൽ ചേർത്തുപിടിക്കലാണെന്ന് പറഞ്ഞു തന്ന നോമ്പുതുറ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി മാറി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച വാർഷിക സെമിനാർ പ്രൊഫസർ M. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സി. വിമല, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഫി ഡെൽസൺ, K. രാമചന്ദ്രൻ, TM റോയ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായുള്ള കളിസ്ഥലം നഷ്ടമായതിന്റെ സങ്കടത്തിൽ വെളുത്തൂരിലെ കുട്ടികൾ ഇറക്കിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. അരുമ്പൂർ പഞ്ചായത്ത് 15-ാം വാർഡിലെ കുണ്ടോളി റോഡിന് സമീപമുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയായിരുന്നു പ്രദേശവാസികളായ കുട്ടികളും യുവാക്കളും കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്നത്. ഈയിടെ ഈ കളിസ്ഥലത്തിന് ചുറ്റും ഗ്രിൽ സ്ഥാപിച്ച് അടയ്ക്കുകയായിരുന്നു. ഫുട്ബോളാണ് ഇവിടുത്തെ പ്രധാന കായിക വിനോദം. 7ഓളം ക്ലബ്ബുകൾക്കുൾപ്പെടെ ആശ്രയമായിരുന്ന ഇവിടം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗ്രിൽ സ്ഥാപിച്ച് അടയ്ക്കാൻ ആരംഭിച്ചത്. സ്ഥലമുടമ സ്വന്തം സ്ഥലം സുരക്ഷിതമാക്കുന്നതിൽ ആർക്കും വിരോധമില്ല. അതേസമയം തൊട്ടടുത്തുള്ള വിശാലമായ കളിസ്ഥലം നഷ്ടമാവുന്നതിലുള്ള സങ്കടമാണ് കുട്ടികൾക്ക്. ഇവരുടെ ദുഃഖമാണ് വീഡിയോയായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഗ്രില്ലിൽ കൈവച്ച് കളിസ്ഥലത്തേക്ക് നോക്കി വിഷമിച്ച് നിൽക്കുന്ന കുരുന്നുകളുടെ വീഡിയോ ആരുടെയും മനസ്സിനെ സ്പർശിക്കുന്നതാണ്. ഒഴിവു ദിവസങ്ങളിലെങ്കിലും ഇവിടെ കളിക്കാൻ അനുവദിക്കണമെന്നാണ് കുട്ടികളുടെ അപേക്ഷ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ഗ്രൗണ്ട് കെട്ടിയടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ലഹരിയാവും കളിയിടങ്ങളോട് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാര് ലഹരിക്കും മൊബൈൽ ഫോണിനും എല്ലാം അടിമകളാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ട് വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു അവിചാരിതമായൊരു സംഭവം അങ്ങനെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ദിവസം വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ കെട്ടിയടച്ച് പോയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഈ വെക്കേഷൻ ഒക്കെ വരാൻ പോവാണ്. അപ്പൊ ഈ ഇപ്പൊ തന്നെ ഗ്രൗണ്ട് കൂട്ടിയപ്പോ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അപ്പൊ വൈകുന്നേരം ഒക്കെ കളിക്കാൻ വരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ മാത്രമേ കളിക്കാനുള്ളൂ. അപ്പൊ കുറച്ച് സ്ഥലം തന്നാ മതി കളിക്കാൻ. കളിയിടങ്ങൾ കെട്ടിയടക്കുന്നതിന് പകരം ഒരു അവധി ദിവസങ്ങളിലെങ്കിലും ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഗ്രൗണ്ടുകൾ തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഇത് ആർക്കും എതിരുള്ളൊരു വീഡിയോ അല്ല. ഇതൊരു കുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്. ഈ സ്ഥലത്തിന്റെ കുറച്ചു ഭാഗം നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനായി സാധിക്കുന്ന കാലത്തോളം അനുവദിച്ചു നൽകിയാൽ ഇതിന്റെ പൂർണ്ണ ചുമതലയും സംരക്ഷണവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് അംഗം CG സജീഷ് പറഞ്ഞു. TCV തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റായി RL ശ്രീലാലിനെയും വൈസ് പ്രസിഡന്റായി PK വത്സലിനെയും തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീലാൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി അംഗമായിരുന്നു. PK വത്സലൻ എതിരില്ലാതെയാണ് നിക്ഷേപ സംവരണ സീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പാനൽ സമ്പൂർണ്ണ വിജയം നേടിയിരുന്നു. വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി റോളർ സ്കേറ്റിംഗിൽ കാശ്മീരിലേക്ക് യാത്ര തിരിച്ച് സുഹൃത്തുക്കൾ. കൊടുങ്ങല്ലൂർ മതിലകം സ്വദേശി ചിറയിൽ വീട്ടിൽ അനിൽകുമാർ മകൻ വിനായക്, എടക്കളത്തൂർ സ്വദേശി മുട്ടിക്കൽ എടക്കളത്തൂർ വീട്ടിൽ ജിബിൻ എന്നിവരാണ് മണ്ണുത്തിയിൽ നിന്ന് കശ്മീരിലേക്ക് യാത്ര തിരിച്ചത്. ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് യാത്ര പുറപ്പെട്ടത്. ഇരുവരുടെയും ആദ്യ സ്കേറ്റിംഗ് ലോങ് യാത്രയാണ്. 2.5 മാസം കൊണ്ട് കശ്മീരിൽ എത്താനാണ് ലക്ഷ്യമിടുന്നത്. പെരിഞ്ഞനത്ത് കൗതുക കാഴ്ചയായി കൃത്രിമാന. പെരിഞ്ഞനം സ്വദേശി മധുവാണ് 8.5 അടി ഉയരമുള്ള ആനയെ നിർമ്മിച്ചത്. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിച്ചിറാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളമുള്ള ദേവിദാസന്റെ അടുത്ത് ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയും ആട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫിയും എടുക്കാം.
പെരിഞ്ഞനം സ്വദേശി കളവിച്ചിരാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ച് 1 വർഷത്തോളം എടുത്താണ് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ചില 1 കൊല്ലവും 28 ദിവസം പിടിച്ചു. ഈ മെറ്റീരിയൽ സ്റ്റൈലൻ സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, പോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡിങ്, ഇതിനും 3നും വേറെ ആൾക്കാരെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഈ അമ്പലത്തിലാണ്. നമ്മുടെ തട്ടകാണ്, ശ്രീപള്ളി ഭഗവതി ദേവിഡിന്. അതുകൊണ്ട് തന്നെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായിട്ടുണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. TCV ന്യൂസ്, കയ്പമംഗലം. മണ്ണുത്തി വെറ്ററിനറി കോളേജിന് മുന്നിൽ മൃഗസ്നേഹിയായ യുവാവ് നടത്തുന്ന നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക്. എറണാകുളം നോർത്ത് പറപ്പൂർ സ്വദേശിയായ ആന്റണി അഭിജിത്താണ് ഒരാഴ്ചയായി വെറ്ററിനറി കോളേജിന് മുന്നിൽ സമരം തടഞ്ഞ് വയ്ക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഡീൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഒടുവിൽ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറുടെ ഇടപെടലോടെ പിഴത്തുക പിൻവലിക്കാൻ ഡീൻ നിർബന്ധിതയായി. എന്നാൽ വിലക്ക് പൂർണ്ണമായും നീക്കും വരെ സമരം തുടരാനാണ് യുവാവിന്റെ തീരുമാനം. ഇതോടെ സമരത്തിന് പിന്തുണയുമായി നിരവധി മൃഗസ്നേഹികളാണ് എത്തുന്നത്. ഇവർ കോളേജിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചു. ഇനി വാണിജ്യം. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ പാരമ്പര്യവുമായി തലശ്ശേരി കേന്ദ്രീകൃതമായി പ്രവർത്തനം ആരംഭിച്ച PKS കിച്ചൺ തലശ്ശേരിയുടെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം അലിയ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച കിച്ചൺ തലശ്ശേരി വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റിന്റെ 8ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നോമ്പുതുറയോടെ നിർവഹിക്കപ്പെട്ടു. PKS കിച്ചൺ തലശ്ശേരി ഉടമ PK ഷഫീഖ്, അലിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AB സിദ്ദിഖ്, ചെട്ടിയങ്ങാടിപ്പള്ളി ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹി, മഹല്ല് പ്രസിഡന്റ് A അബ്ദുൾ ബാസിദ് തുടങ്ങി നിരവധി പേർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നോമ്പുതുറയിൽ പങ്കെടുത്തു. തലശ്ശേരിയുടെ സ്പെഷ്യൽ രുചി വൈവിധ്യങ്ങളായ കബ്സ, മന്തി, ബിരിയാണി, അൽഫാം, ചൈനീസ്, അറബിക് സ്പെഷ്യൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളെല്ലാം ഇനി തൃശൂരിലെ കിച്ചൺ തലശ്ശേരിയിൽ നിന്നും ആസ്വദിക്കാം. കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ കിച്ചൺ തലശ്ശേരിയുടെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9744377116 9544588116. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,790, പവന് 1,18,320. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പിടിക്കാൻ പത്മജയെ കളത്തിലിറക്കാൻ BJP. പ്രചാരണത്തിന്റെ പൂർണ്ണ ചുമതല സുരേഷ് ഗോപിക്കെന്ന സൂചന. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്.
പലയിടത്ത് വോട്ട് ചേർത്ത് കുട്ടിക്കളി നടത്തുന്ന സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങളെ നിരന്തരം നാണം കെടുത്തുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങൾ കയ്യേറി LDF അംഗങ്ങൾ. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ഭരണപക്ഷാംഗങ്ങൾ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. ദുരിതത്തിലായി രോഗികൾ. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.